Morning. Good morning, ma'am. Morning. Good morning. കുറച്ച് നാളായില്ലേ നമ്മള് കണ്ടിട്ട് ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നില്ല അല്ലെ? ഒരാഴ്ച ഒരു ദിവസം ഉള്ളതുകൊണ്ട് മിസ്സിനൊരു പിന്നായം പോലെ എല്ലാവരും കാണുള്ളൂ അല്ലെ ഇടയ്ക്കിടയ്ക്ക്. ഓക്കെ, എടുക്കുന്നതൊക്കെ വായിച്ചു നോക്കുന്നുണ്ടോ നിങ്ങള്? ഓക്കെ, നിങ്ങളുടെ മിസ് വന്ന ഇന്റർവ്യൂവിന്റെ ടെസ്റ്റിനെ പറ്റിയിട്ട് എടുത്തെന്ന് തോന്നുന്നു അല്ലെ കഴിഞ്ഞ ക്ലാസ്സില്? ഗുഡ് മോർണിംഗ്. ഓക്കെ, അത് ആ പോർഷൻസ് ഞാൻ തന്നെയായിരിക്കും എടുക്കുന്നത്. പോർഷൻസ് ഡിവൈഡ് ചെയ്തപോലെ മിസ്സിന് എന്തോ മിസ്റ്റേക്ക് പറ്റിയിട്ടാണ് അത്. ഫിസിക്കൽ എക്സാമിനേഷൻ വരെ മിസ്സായിരിക്കും എടുക്കുന്നത്. റിക്രൂട്ട്മെന്റ് കംപ്ലീറ്റ് ആയില്ലേ മിസ്സിന്റെ? കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോ ഫിസിക്കൽ എക്സാമിനേഷൻ തൊട്ട് മിസ് എടുക്കുള്ളൂ കേട്ടോ. അത് നിങ്ങളുടെ ഈ ഫസ്റ്റ് ടേം എക്സാമിന് ഇത് കംപ്ലീറ്റ് ആക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഡിവൈഡ് ചെയ്തെടുക്കുന്നത് കേട്ടോ. സെക്ഷൻ ചാപ്റ്റർ 3 വലുതാണ്, അതുകൊണ്ടാണ്. അപ്പോ ഫിസിക്കൽ എക്സാമിനേഷൻ വരെ ഞാൻ എടുക്കും. അത് കഴിഞ്ഞിട്ടുള്ള ഫിസിക്കൽ എക്സാമിനേഷൻ തൊട്ട് മിസ് ആയിരിക്കും കംപ്ലീറ്റ് ആക്കുന്നത് കേട്ടോ. ഓക്കെ, ബുക്ക് കിട്ടിയിട്ടില്ല? നിങ്ങൾ പറഞ്ഞായിരുന്നോ അവിടെ? ഓർഡർ ചെയ്തിട്ടുണ്ടോ? ടെക്സ്റ്റ് ബുക്ക് കിട്ടാത്തവര് വേഗം ഓർഡർ ചെയ്യാട്ടോ, ഇല്ലാത്തവര്. അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ എടുത്ത് പോകുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഈ ഫിസിക്കൽ എക്സാമിനേഷൻ തൊട്ട് മിസ് ആയിരിക്കും എടുക്കുന്നത് കേട്ടോ. ബാക്കി ഈ 7th പോയിന്റ് വരെ മിസ് എടുത്ത് കംപ്ലീറ്റ് ആണ്. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് കിട്ടിയവരെ എടുക്കുക കേട്ടോ. പോർഷൻസ് എടുക്കാം. ഓക്കെ, നമുക്ക് നോക്കാനുള്ളത് നമ്മൾ എടുത്ത് നിർത്തിയത് എക്സ്റ്റേണൽ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് വരെയാണ് നമ്മൾ എടുത്ത് നിർത്തിയത്. ഇനി നെക്സ്റ്റ് ആണ് എന്ത്? ഔട്ട്കംസ് ഓഫ് എ സെലക്ഷൻ ഡിസിഷൻ. ഓക്കെ, സെലക്ഷൻ ഡിസിഷനുമായിട്ട് ബന്ധപ്പെട്ട ഔട്ട്കംസ് ആണ്. അതിനകത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ട്രൂ പോസിറ്റീവ്, ട്രൂ നെഗറ്റീവ്, അതുപോലെ തന്നെ ഫോൾസ് പോസിറ്റീവ് എറർ ഉണ്ട്, ഫോൾസ് നെഗറ്റീവ് എറർ ഉണ്ട്. ഇതെന്താണെന്നുള്ളത് നിങ്ങൾ പഠിക്കാം. അതുപോലെ തന്നെ ട്രൂ നെഗറ്റീവ് ഇങ്ങനെ പറയുന്ന മറ്റൊരു പേരാണ് ലോ ഹിറ്റ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ട്രൂ പോസിറ്റീവ് ഇങ്ങനെ പറയുന്ന മറ്റൊരു പേരാണ് ഹൈ ഹിറ്റ് എന്നും പറയുന്നുണ്ട്. അതുകൂടി ഒന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, ഇത് പറയുന്നതിന് മുൻപ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. 4 കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പഠിക്കാനുണ്ട്. ചിലപ്പോ ഇതില് പറയുന്നത് ചിലപ്പോ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഈ പാരഗ്രാഫിൽ പറയുന്നത്. അതുകൊണ്ട് എളുപ്പത്തിൽ മിസ് പറഞ്ഞു തരാം. എന്താണ് ട്രൂ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ ടെക്സ്റ്റ് ബുക്കിന്റെ ഒരു അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് എഴുതിയാലും മതി. ഒരു പേജിൽ എഴുതാട്ടോ. ഹെഡിങ് കൊടുക്കാം. Outcomes of a selection decision. Outcomes of selection decision. എന്നിട്ട് അതിന്റെ ഡീലായിട്ട് സബ് ഹെഡിങ് ആയിട്ട് കൊടുക്കാം ട്രൂ പോസിറ്റീവ്. ട്രൂ പോസിറ്റീവ്. സ്റ്റാർട്ട് ചെയ്താലോ? പറയട്ടെ മിസ്. എഴുതിയോ എല്ലാവരും? ഓക്കെ, ട്രൂ പോസിറ്റീവ് അതിന്റെ അടിയിൽ എഴുതാം. ഇൻ എ സെലക്ഷൻ ഡിസിഷൻ, ഇൻ എ സെലക്ഷൻ ഡിസിഷൻ, in a selection decision, a true positive
or high heat refers to the situation where a qualified candidate is correctly identified and selected for a job. അതുകൂടി വായിക്കാം. In a selection decision, a true positive or high heat refers to the situation where a qualified candidate is correctly identified and selected for a job. അപ്പൊ എന്താണ് ട്രൂ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് സെലക്ഷൻ ഡിസിഷനുമായിട്ട് ബന്ധപ്പെട്ട് ഓർഗനൈസേഷനിലേക്ക് കാൻഡിഡേറ്റിനെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? ആ പൊസിഷനിൽ യോജിച്ചതായിട്ടുള്ള അല്ലെ ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റിനെ നമ്മൾ തിരഞ്ഞെടുക്കുന്നു. കറക്റ്റ് പൊസിഷനിൽ കറക്റ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ തിരഞ്ഞെടുക്കുന്നതിനെയാണ് ട്രൂ പോസിറ്റീവ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇനി ട്രൂ നെഗറ്റീവ് എഴുതാം കേട്ടോ. അതിന്റെ അടിയിൽ എഴുതാം ട്രൂ നെഗറ്റീവ് എന്ന ഹെഡിങ് കൊടുക്കാം. True negative. In a selection decision, a true negative or low heat refers to correctly identifying an individual as unsuitable for the role or program based on the assessment criteria. ഒന്നുകൂടി വായിക്കാം. In a selection decision, a true negative or low heat refers to correctly identifying an individual as unsuitable for the role or program based on the assessment criteria. എന്താണ് ട്രൂ നെഗറ്റീവ് എന്ന് പറഞ്ഞാല്? നമ്മളുടെ ഓർഗനൈസേഷനിലേക്ക് എംപ്ലോയീസിനെ അല്ലെ സെലക്ട് ചെയ്യുമ്പോൾ അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള എംപ്ലോയീസിനെ നമ്മൾ കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുകയും അവരെന്ത് ചെയ്യുന്നുണ്ട്? റിജക്ട് ചെയ്ത് കളയുകയും ചെയ്യുന്നു അല്ലെ. അതിനെയാണ് നമ്മൾ ട്രൂ നെഗറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ലോ ഹിറ്റ് എന്നാണ് മറ്റൊരു പേര്. ഇനി നെക്സ്റ്റ് ആണ് ഫാൾസ് പോസിറ്റീവ് എറർ.
A false positive error occurs. A false positive error occurs when a test, T-E-S-T, when a test or prediction incorrectly indicates the presence of a condition, comma, event, event or problem when it is actually not present. When it is actually not present. ഒന്നുകൂടി വായിക്കാം. A false positive error occurs when a test or prediction incorrectly indicated the presence of a condition, event or problem when it is actually not present. അതിനൊരു എക്സാമ്പിൾ പറയുന്നതാണ്, ശ്രദ്ധിച്ച് കേൾക്കാട്ടോ. ഒരു പേഷ്യന്റ്, ഒരു ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയാം, ഒരു പേഷ്യന്റിന് അസുഖമില്ല. ഓക്കെ, അയാൾക്ക് അസുഖമില്ല, പക്ഷെ ടെസ്റ്റില് അത് പോസിറ്റീവ് ആയിട്ട് കാണിക്കുന്നു. എന്നാൽ എന്താ അതിന്റെ മീനിങ് പറയുന്നത്? അസുഖം അയാൾക്കില്ല, പക്ഷെ ടെസ്റ്റ് ചെയ്തപ്പോ അസുഖമുണ്ടെന്ന് കാണിക്കുന്നു. മനസ്സിലായോ? അതാണ് ഫോൾസ് പോസിറ്റീവ് എറർ എന്ന് പറയുന്നത്. ഓക്കെ, പോസിറ്റീവ് ആയിട്ട് കാണിക്കുന്നു. ടെസ്റ്റിനെ ബേസ് ചെയ്ത് നിങ്ങൾ നോക്കാം, ഒരു പേഷ്യന്റിന് അസുഖമില്ല, പക്ഷെ ടെസ്റ്റിനെ ബേസ് ചെയ്ത് നോക്കുമ്പോ എന്താണ്? എന്താണ് കേൾക്കുന്നില്ല ഞാൻ പറയുന്നത്? പിന്നെ എന്താ കമന്റ് പറഞ്ഞേ? മനസ്സിലായില്ലല്ലോ. മ്യൂട്ടല്ലല്ലോ, ഞാൻ അൺമ്യൂട്ട് ആക്കിയിരുന്നു. ഓക്കെ, ചിലപ്പോ അതായിരിക്കും ഇവിടെ, ചിലപ്പോ റേഞ്ചിന്റെ ഒക്കെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവും. റേഞ്ചിലുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാട്ടോ. ഇരിക്കുന്നിടത്ത് ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് ഇരിക്കുക, അപ്പൊ ചിലപ്പോ റേഞ്ചിന്റെ പ്രശ്നമായിരിക്കാം, അറിയില്ല കേട്ടോ. ബാക്കിയുള്ളവർക്ക് കേൾക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, കേൾക്കുന്നില്ലെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. ഓക്കെ, അപ്പോ ടെസ്റ്റിന്റെ ബേസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് നോക്കാട്ടോ. ഒരു പേഷ്യന്റിന് അസുഖമില്ല, പക്ഷെ ടെസ്റ്റ് ചെയ്തപ്പോ എന്താണ്? അസുഖമുണ്ടെന്ന് കാണിക്കുന്നു. അതാണ് ഫോൾസ് പോസിറ്റീവ് എറർ ആയിട്ട് പറയുന്നത്. ഓക്കെ, ടെസ്റ്റിനെ ബേസ് ചെയ്ത് നോക്കാം. അപ്പോ എന്താണ്? ടെസ്റ്റില് അയാൾക്ക് അസുഖമുണ്ടെന്ന് കാണിക്കുന്നു. ഓക്കെ, അത് പോസിറ്റീവ് ആയിട്ട് കാണിക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ എന്താണ്? ആൾക്ക് അസുഖമില്ല, അല്ലെ? ആൾക്ക് അസുഖമുണ്ടെന്ന് കാണിക്കുന്നു ടെസ്റ്റ് ചെയ്യുമ്പോ. അതാണ് ഫോൾസ് പോസിറ്റീവ് എറർ. കിട്ടിയോ? കൺഫ്യൂഷൻ വരുന്നുണ്ടോ? മനസ്സിലായോ ഇത്? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് എന്ത്? ഫോൾസ് നെഗറ്റീവ് എറർ. ഫോൾസ് നെഗറ്റീവ് എറർ എഴുതാം. ഫോൾസ് നെഗറ്റീവ് എറർ occurs false negative error occurs when a test, T-E-S-T, when a test or system incorrectly indicates
that a condition or event is absent when it actually exists. When it actually exists. Okay, ഒന്നുകൂടി വായിക്കാം. False negative error occurs when a test or system incorrectly indicates that a condition or event is absent when it actually exists. Okay, ഇതിനകത്ത് എക്സാമ്പിൾ വെച്ച് പറയാം. ഒരാൾക്ക് അസുഖമുണ്ട്. ഓക്കെ, നേരെ തിരിച്ചിട്ടാണ് കേട്ടോ. ഫാൾസ് പോസിറ്റീവ് എററിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഒരാൾക്ക് അസുഖമുണ്ട്, പക്ഷെ ടെസ്റ്റ് റിസൾട്ടില് അത് ഇല്ല എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അത് നെഗറ്റീവ് ആയിട്ടാണ് കാണിക്കുന്നത്. മനസ്സിലായോ? അസുഖമുണ്ട്, എന്നാൽ ടെസ്റ്റ് റിസൾട്ട് വന്നപ്പോ നെഗറ്റീവ് ആയിട്ട് കാണിക്കുന്നു. ക്ലിയർ ആയോ? ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ. 4 എണ്ണം ഒന്ന് വായിച്ചു നോക്കിയേ. എന്നിട്ട് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ നിങ്ങൾക്കൊരു കണക്ഷൻ കിട്ടും. അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണത് കാരണമുണ്ട് എങ്ങനെ എഴുതുന്നത്. വായിച്ചു നോക്കാം കേട്ടോ. എന്നിട്ട് വായിച്ചു കഴിഞ്ഞിട്ട് എല്ലാം കറക്റ്റ് ആയി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. മനസ്സിലായെങ്കിൽ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് തുടങ്ങാം കേട്ടോ. ഫാൾസ് നെഗറ്റീവ് എറർ. ഓക്കെ, ലാസ്റ്റ് എന്താ അല്ലെ? ലാസ്റ്റ് ഫാൾസ് നെഗറ്റീവ് എറർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് അസുഖമുണ്ട്, പക്ഷെ ടെസ്റ്റ് ചെയ്തപ്പോ അതിന്റെ റിസൾട്ടില് അസുഖം ഇല്ല എന്ന് കാണിക്കുന്നു. അസുഖമില്ല എന്നാണ് കാണിക്കുന്നത്. മനസ്സിലായോ? ഫാൾസ് പോസിറ്റീവിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചാൽ മതി. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് മറ്റേ ട്രൂ പോസിറ്റീവും ട്രൂ നെഗറ്റീവ് അറിയാലോ. നമുക്ക് ജസ്റ്റ് പറയാവുന്നതാണ്. അത് വാക്കിൽ തന്നെ ഇതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ബുദ്ധിമുട്ട് വരുന്നത്. ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചു വെക്കാം കേട്ടോ. ഫാൾസ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അസുഖമില്ല, പക്ഷെ ടെസ്റ്റ് റിസൾട്ടില് ഉണ്ടെന്ന് കാണിക്കുന്നു. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഫാൾസ് നെഗറ്റീവിൽ വരുന്നത്. അറിയില്ലല്ലോ ഇത്. മിനിറ്റ് ഞാനൊന്ന് ഓഫീസർ ചോദിച്ചു നോക്കട്ടെ കേട്ടോ. അതെന്താ അറിയുന്നുള്ളത് നിങ്ങളൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. 1 മിനിറ്റ്.
സ്റ്റാർട്ട് ചെയ്താലോ? ക്ലിയർ ആയോ 4 പോർഷൻസ്? ഓക്കെ, ഇനി നോക്കാം കേട്ടോ. ഈ ഇവിടെ തന്നിരിക്കുന്ന ഡയഗ്രാം ചോദിച്ച് കണ്ടിട്ടില്ല, ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കിയാൽ മതി കേട്ടോ. പാരഗ്രാഫ് മാത്രം ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. ഓക്കെ, the two positive and two negative decisions in selection are correct decisions, whereas the rest two decisions are the selection errors. The candidate chosen was the best fit for the job and has performed and succeeded as expected is indicated by the true positive. അപ്പൊ എന്താണ് ട്രൂ പോസിറ്റീവ് എറർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കാൻഡിഡേറ്റിനെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ആ പൊസിഷനെ ഏറ്റവും ഫിറ്റ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റിനെ തിരഞ്ഞെടുക്കുന്നു. അതിനെയാണ് ട്രൂ പോസിറ്റീവ് എന്ന് പറയുന്നത് അല്ലെ. ഹൈ ഫിറ്റ് എന്നാണ് മറ്റൊരു പേര്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിയേ. whereas true negative reflect the rejection of the candidate based on the presumption that he or she will fail in the future and is incapable to perform the respective job. എന്താണ് ട്രൂ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൂ പോസിറ്റീവിന്റെ ഓപ്പോസിറ്റ് അല്ലെ. നമ്മൾ റിജക്ട് ചെയ്ത് കളയുന്നുണ്ട്. കാരണം എന്താണ്? അൺഫിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻകാപ്പബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റിനെ നമ്മൾ സെലക്ട് ചെയ്യുക ഓർഗനൈസേഷനിൽ ഇല്ലല്ലേ. അപ്പൊ അതുകൊണ്ടാണ് ട്രൂ നെഗറ്റീവ് എന്ന് പറയുന്നത്. കിട്ടിയില്ലേ? ഇനി നെക്സ്റ്റ് ആണ് the rejection of a candidate who could have succeeded based on failure predictions is reflected by false negative error. എന്താണ് false negative error എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ the rejection of the candidate who could have succeeded based on failure predictions is reflected by false negative error. false negative error എന്ന് പറഞ്ഞാല് കാൻഡിഡേറ്റിനെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ റിജക്ട് ചെയ്ത് കളയുന്നുണ്ട്. സെലക്ഷൻ പ്രോസസ്സിൽ റിജക്ട് ചെയ്യുന്നു. കാരണം എന്താണ്? ഫ്യൂച്ചറില് സക്സസ് ഉണ്ടാക്കാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മള് റിജക്ട് ചെയ്ത് കളയുന്നു. പക്ഷേ ആ കാൻഡിഡേറ്റിന് നല്ല രീതിയിൽ സക്സസ് ഉണ്ടാക്കാനായിട്ടും ഓർഗനൈസേഷന് ഗോള് അച്ചീവ് ചെയ്യാനായിട്ടും വേണ്ടതായിട്ടുള്ള സ്കില്ല് അയാൾക്ക് ഉണ്ട്. പക്ഷെ എന്ത് ചെയ്താണ് കളയുന്നത്? ഫ്യൂച്ചറില് സക്സസ് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് റിജക്ട് ചെയ്ത് കളയുന്നുണ്ട്. പക്ഷെ എന്തുണ്ടായി? അയാൾക്ക് ഫ്യൂച്ചറിൽ സക്സസ് ഉണ്ടാക്കാൻ വേണ്ടതായിട്ടുള്ള സ്കില്ലുകള് ആ കാൻഡിഡേറ്റിന് ഉണ്ട്. കിട്ടിയാ? കത്തിയാ? എന്താണ് ഫോൾസ് നെഗറ്റീവ് എന്ന്? അയാൾക്ക് സ്കില്ലുണ്ട്, പക്ഷെ അയാൾ റിജക്ട് ചെയ്ത് കളയുന്നു. കിട്ടിയില്ലേ? അവിടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ് പറയുമ്പോ അവിടെ എഴുതി വെക്കാം കേട്ടോ. സ്കില്ലുണ്ട്, പിന്നെന്താണ്? റിജക്ട് ചെയ്ത് കളയുന്നുണ്ട്. ഫ്യൂച്ചറിൽ സക്സസ് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് റിജക്ട് ചെയ്ത് കളയുന്നു. അതിനെയാണ് ഫോൾസ് നെഗറ്റീവ് എറർ എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, false positive error is a situation when a candidate is selected on a basis that he or she, on the other hand, does not come up to the expectations. ഇനി false positive error എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ കാൻഡിഡേറ്റിനെ ഓർഗനൈസേഷനിലേക്ക് സെലക്ട് ചെയ്യുന്നുണ്ട്. എന്ത് പറഞ്ഞിട്ടാണ് സെലക്ട് ചെയ്യുന്നത്? ഫ്യൂച്ചറില് സക്സസ് ഉണ്ടാക്കും എന്നുള്ള ഒരു പ്രഡിക്ഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യുന്നത്.
ഫ്യൂച്ചറില് അവനെ കൊണ്ട് സക്സസ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള രീതിയിലാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. പക്ഷെ എന്താണ്, ജോയിൻ ചെയ്തിട്ട് ഇത്ര നാളായിട്ടും അവൻ വന്ന പോലെ തന്നെയാണ് അല്ലെ, ഒരു സക്സസോ അല്ലെങ്കിൽ ഒരു അവന്റെ സ്കില്ലോ നോളജോ ഒന്നും ഇംപ്രൂവ് ആവുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ അവനെ കൊണ്ട് ഒരു സക്സസ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അവനെ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഫോൾസ് പോസിറ്റീവ് എറർ ആണ് നമ്മൾ പറയുന്നത്. സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഫ്യൂച്ചറിൽ അവന് സക്സസ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു പ്രഡിക്ഷനിലാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. പക്ഷെ അവനെ കൊണ്ട് അതിന് സാധിക്കുന്നില്ല, അവന് ആ സ്കില്ലില്ല. മനസ്സിലായോ? സ്കിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്, പക്ഷെ അവന് സ്കില്ലില്ല. കിട്ടിയോ? ഡൗട്ട് വന്നില്ലല്ലോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക്? ക്ലിയർ അല്ലേ? നോക്കിയേ, it is a false positive error that causes the organization to sustain cost. അപ്പോ നമ്മൾ ഫോൾസ് പോസിറ്റീവ് എറർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കില്ല് ഉണ്ടാവും അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ അവനെ കൊണ്ട് അതിന് സാധിക്കും, സക്സസ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ഒരു പ്രഡിക്ഷനിലാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അല്ലെ. പക്ഷെ നമ്മുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് അവനെ വളർന്നു വരാനായിട്ട് അല്ലെങ്കിൽ അവനെ കൊണ്ട് അതിന് പറ്റുന്നില്ല. അതാണ് ഫോൾസ് പോസിറ്റീവ് എറർ. അപ്പൊ അവനെ നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് എടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. നമുക്ക് പകരം എന്താകുന്നുണ്ട്? കോസ്റ്റ് വളരെ അധികം ആകുന്നുണ്ട് അല്ലെ. എന്തൊക്കെ കോസ്റ്റ് ആണ് ആകുന്നത്? ദിസ് കോസ്റ്റ് ഇൻക്ലൂഡ്സ് ഹയറിംഗ് കോസ്റ്റ്. അവനെ എടുക്കുന്നതിന് വേണ്ടതായിട്ടുള്ള, അവനെ സെലക്ട് ചെയ്യുമ്പോൾ ഹയറിംഗ് കോസ്റ്റ് ആവുന്നുണ്ട് അല്ലെ. മാനേജേഴ്സിനും അതുപോലെ തന്നെ അവരെ ഇന്റർവ്യൂ ചെയ്യുന്നതിന് വേണ്ടതായിട്ടുള്ള ആ മാനേജേഴ്സിനൊക്കെ നമ്മൾ ഈ എന്താണ് സാലറി നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇന്റർവ്യൂ ഒക്കെ ചെയ്യുമ്പോൾ. അപ്പൊ അങ്ങനെ ഹയറിംഗ് കോസ്റ്റ് നമുക്ക് ആകുന്നുണ്ട്. അവനെ ട്രെയിൻ ചെയ്യിപ്പിച്ചു, ട്രെയിനിങ് കോസ്റ്റും വെറുതെ ആയല്ലേ. അതുപോലെ തന്നെ ട്രാൻസ്ഫർ കോസ്റ്റ്, ടെർമിനേഷൻ കോസ്റ്റ്, റീപ്ലേസ്മെന്റ് കോസ്റ്റ്, അങ്ങനെ പല കോസ്റ്റുകളും നമുക്ക് വരുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ കോസ്റ്റുകൾ നമുക്ക് കൂടുന്നുണ്ട്, പക്ഷെ നമ്മുടെ കമ്പനിയിലേക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് അവനെ കൊണ്ട് ആവാനായിട്ട് സാധിക്കുന്നില്ല. ഇത്തരത്തിലുള്ള സ്കില്ല് അവനില് ഇല്ല. അതാണ് ഫോൾസ് പോസിറ്റീവ് എറർ. ക്ലിയർ ആയോ? രണ്ട് പാരഗ്രാഫും ഡൗട്ട് വന്നോ? ഇല്ല. ഓക്കെ, ഇനി നോക്കിയേ. Both the candidate and organization should make joint decisions throughout the succession process. എന്ത് ചെയ്യണം നമ്മള്? സെലക്ഷൻ പ്രോസസ്സ്. സെലക്ഷൻ പ്രോസസ്സിൽ നമ്മൾ ഓർഗനൈസേഷനിലേക്ക് ഒരാളെ സെലക്ട് ചെയ്യുമ്പോൾ രണ്ടുപേരും അല്ലെ, കാൻഡിഡേറ്റും ഓർഗനൈസേഷനും തമ്മിലൊരു ഡിസിഷൻ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. എത്തരത്തിലുള്ള ഡിസിഷൻ ആണ് അവർ എടുക്കേണ്ടത്? The job of the candidate is to determine whether or not the job is appropriate according to his or her need, interest, skill and goal. അല്ലെ, നമുക്കറിയാം നമുക്ക് ഓരോരുത്തർക്കും, നമ്മൾ ഓരോരുത്തരും ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ് ആണ്. നമുക്ക് ഓരോരുത്തർക്കും ഗോൾ ഉണ്ട് അല്ലെ, എയിം ഉണ്ട് ഇല്ലേ. എനിക്കുള്ള ഒരു എയിം ആയിരിക്കില്ല രമ്യക്കുള്ളത്, രമ്യക്കുള്ള എയിം ആയിരിക്കില്ല ജസ്നയ്ക്കുള്ളത് അല്ലെ. പലർക്കും പല ഡിഫറെന്റ് ആയിട്ടുള്ള എയിംസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓർഗനൈസേഷനിലേക്ക് ഒരു കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യുമ്പോൾ അവന് അവരുടേതായിട്ടുള്ള നീഡ്സ്, ഇൻട്രസ്റ്റ് ഉണ്ടാവും, സ്കിൽ ഉണ്ടാവും, ഗോൾ ഉണ്ടാവും. ആ രീതിയിൽ വേണം, അങ്ങനത്തെ ഒരു ജോബിലേക്ക് ആയിരിക്കണം കാൻഡിഡേറ്റിനെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അവന്റെ ഒരു ടേസ്റ്റിനും അല്ലെങ്കിൽ ഇൻട്രസ്റ്റിനും അനുസരിച്ചിട്ടുള്ള ഒരു ഇതിനായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, അവന് ഇഷ്ടമുള്ള രീതിയിൽ. ഇപ്പോ ചില പാരന്റ്സ് ഒക്കെ എന്താണ്, കുട്ടികളെ പഠിപ്പിക്കുന്നത് പാരന്റ്സിന് ഇഷ്ടമുള്ള രീതിയിലായിരിക്കും ഇല്ലേ. എഞ്ചിനീയറിംഗ് ആയിരിക്കും, പക്ഷെ അവന് ഡോക്ടർ ആവാനായിട്ടായിരിക്കും ഇഷ്ടം അല്ലെ. ചിലപ്പോ ആ കുട്ടിക്ക് ടീച്ചർ ആവാനായിട്ടായിരിക്കും ഇഷ്ടം. പക്ഷെ പാരന്റ്സിന്റെ നിർബന്ധ പ്രകാരം നമ്മൾ ചിലപ്പോൾ നേഴ്സോ അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സ് ഒക്കെ ആവും. പക്ഷെ എന്താണ്, അവൻ നല്ല രീതിയിൽ പഠിക്കാൻ പറ്റുമോ? കുറെ സപ്ലികളും കാര്യങ്ങളും, അങ്ങനെ സപ്ലികളൊക്കെ നിറഞ്ഞിട്ടുള്ളൊരു ഒരു വിദ്യാഭ്യാസ കാലമായിരിക്കും നമ്മുടെ അല്ലെ. പലർക്കും അനുഭവം ഉള്ളതാണ്. എന്റെ ഫാമിലിയിലായാലും പല കസിൻസ് ഒക്കെ ഞാൻ നിർബന്ധിച്ച് ചേർത്തിട്ട് അവര് ഓരോ എപ്പോഴും ഫെയിൽ ആവുമായിരുന്നു. അവർക്ക് അത് പഠിക്കാനായിട്ട് ഇഷ്ടമില്ല. അവരുടെ ടേസ്റ്റ് അതുപോലെ തന്നെ അവരുടെ സ്കില്ലുകളൊക്കെ വേറെ രീതിയിലുള്ള ഒരു ജോബിലേക്കായിരുന്നു. അപ്പൊ അങ്ങനെ നിർബന്ധിച്ച് ചേർത്തിട്ട് അത് പിന്നെ ആള് ക്വാളിഫൈഡ് ആയി എടുത്തിട്ടോ, നല്ല രീതിയിൽ പിന്നെ ഇമ്പ്രൂവ് ആയിട്ട് വന്നു.
പക്ഷെ ആള് ഇപ്പോഴും പോകുന്നത് എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത്, പക്ഷെ ആളിപ്പോഴും പോകുന്നത് മറ്റേ ഫയർമാൻ്റെ അങ്ങനത്തെ ഒരു ജോബിലാണ് ഇപ്പൊ പോകുന്നത്. ആൾക്ക് അതിനോടായിരുന്നു താല്പര്യം. അപ്പൊ അതാണ് പറയുന്നത്, എംപ്ലോയീസിന്റെ അല്ലെങ്കിൽ കാൻഡിഡേറ്റിനെ എങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്? അവന്റെ സ്കിൽ അനുസരിച്ച്, അവന്റെ നോളജ് അനുസരിച്ച്, അവനുള്ള എയിം അനുസരിച്ച്, അവന്റെ നീഡ്സ് ഇൻട്രസ്റ്റ് ഒക്കെ അനുസരിച്ചിട്ട് അങ്ങനത്തെ രീതിയിലായിട്ടുള്ള ഒരു ജോബിലേക്കായിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. പിന്നെന്താ, however the organization made the decision whether the candidate has the necessary talent, skills and experience required for the position. However, if there is a scarcity of the qualified candidate in the market, the company must make prompt selection decision. അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ ഓർഗനൈസേഷനിലെ എംപ്ലോയീസ് കുറവാണെങ്കിൽ, അല്ലെങ്കിൽ എംപ്ലോയീസിനെ വേണം എന്നുണ്ടെങ്കിൽ, എപ്പോഴും നമ്മൾ ടാലന്റഡ് ആയിട്ടുള്ള, സ്കില്ലുള്ള, നോളജ് ഉള്ള, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ വേണം സെലക്ട് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഇപ്പൊ സ്കേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വാളിഫൈഡ് ആയിട്ടുള്ള എംപ്ലോയീസ് നമ്മുടെ കമ്പനിയിൽ ഇല്ല, അല്ലെങ്കിൽ വേണം, ആവശ്യമായിട്ട് വരുന്നുണ്ട് എന്നൊരു രീതിയിലാണെങ്കിൽ, അല്ലെ, സ്കേഴ്സിറ്റി, ദൗർലഭ്യം ഉണ്ടോ, ഇല്ലായ്മ, അത്തരത്തിലുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ കമ്പനി എപ്പോഴും ഒരു ഡിസിഷൻ എടുക്കേണ്ടത് എങ്ങനെയായിരിക്കണം? എപ്പോഴും നല്ല രീതിയിലുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള, ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ ഇതിലേക്ക് സെലക്ട് ചെയ്തെടുക്കാനായിട്ട് സെലക്ഷൻ ഡിസിഷൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. കറക്റ്റ് ആയിട്ട് യോജിച്ചതായിട്ടുള്ള പൊസിഷനിലേക്ക് യോജിച്ച് എംപ്ലോയീസിനെ സെലക്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ എന്താണ്, ഹൈറിംഗ് കോസ്റ്റ്, അതുപോലെ തന്നെ ട്രെയിനിങ് കോസ്റ്റ്, പല രീതിയിലുള്ള കോസ്റ്റും കമ്പനിക്ക് ആവും. പക്ഷെ അത് വെറുതെ ആവുമല്ലെ, നഷ്ടത്തിലേക്ക് കമ്പനി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, വായിച്ചു. ശരിയോ? കവിത്തൊന്നുമില്ലല്ലോ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. പ്രോസസ് ഓഫ് സെലക്ഷൻ. സെലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റേജസ് ഉണ്ട്, അതാണ് ഇങ്ങനെ നമ്മൾ പഠിക്കുന്നത്. സെലക്ഷൻ മെത്തേഡ് determine whether or not the qualifications of a job applicant
are in accordance with the job requirements. നമുക്കറിയാം എന്താണ് എങ്ങനെയാണ് ജോബ് റിക്വയർമെന്റ്സ്, ജോബിന്റെ ആവശ്യകതകൾക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ എംപ്ലോയീസിനെയും ഓരോ അപ്ലിക്കേറ്റിനെയും നമ്മൾ സെലക്ട് ചെയ്യുന്നത് അല്ലെ. ഇനി ആ ജോബിന് അവൻ നല്ല രീതിയിൽ ക്വാളിഫൈഡ് ആണ്, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള സ്കിൽ ഉണ്ട്, നോളജ് ഉണ്ടെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യും, അല്ലെങ്കിൽ റിജക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സെലക്ഷൻ മെത്തേഡ് ആൻസസ് ദ പെർഫോമൻസ് ഓഫ് ജോബ് അപ്ലിക്കന്റ്. സെലക്ഷൻ മെത്തേഡ്സ്, പല പല സെലക്ഷൻ മെത്തേഡ്സിലൂടെയാണ് നമ്മൾ ഈ എംപ്ലോയീസിന്റെ പെർഫോമൻസ് അസസ് ചെയ്യാറുണ്ട്. അങ്ങനെ അസസ് ചെയ്തിട്ടാണ് ഏറ്റവും നല്ല രീതിയിലുള്ള പെർഫോം ചെയ്തിട്ടുള്ള എംപ്ലോയീസിനെയാണ് നമ്മൾ ഓർഗനൈസേഷനിലേക്ക് സെലക്ട് ചെയ്യുന്നത് അല്ലെ. സെലക്ഷൻ മെത്തേഡ്, അപ്ലിക്കേഷൻ പ്ലാൻ, അപ്ലിക്കേഷൻ ഫോമിലെ അതിനെ തന്നെയാണ് അപ്ലിക്കേഷൻ പ്ലാൻ എന്ന് പറയുന്നത്. സെലക്ഷൻ ടെസ്റ്റ്, ഇന്റർവ്യൂ, മെഡിക്കൽ എക്സാമിനേഷൻ, റഫറൻസ് ചെക്ക്, which when used in a proper sequence constitute the selection process. ഇതൊക്കെ നമ്മൾ നോക്കിയിട്ടാണ് നല്ല രീതിയിൽ നമ്മൾ സെലക്ട് ചെയ്ത് നല്ല രീതിയിലുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ പല പല സെലക്ഷൻ മെത്തേഡുകളിലൂടെയാണ് നമ്മൾ നോക്കിയിട്ട് നമ്മളെ പ്രോപ്പർ ആയിട്ടുള്ള സീക്വൻസിലൂടെയൊക്കെ നമ്മൾ എന്താണ് സെലക്ഷൻ പ്രോസസ് നടത്തുന്നത് കേട്ടോ. The selection process consists of various or stages. പല സ്റ്റേജസ് ഉണ്ടെന്നാണ് പറയുന്നത് സെലക്ഷൻ പ്രോസസ്സിന്. സെലക്ഷൻ aim at generating full information regarding the candidate in order to determine whether they are appropriate for the job or not. ഇനി സെലക്ഷന്റെ പ്രധാനപ്പെട്ട ഒരു എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ജോബിന് അപ്ലിക്കേറ്റ് യോജിച്ചവരാണോ ഇല്ലയോ എന്ന് സെലക്ഷൻ പ്രോസസ്സിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അല്ലെ. ഓരോ മെത്തേഡിലൂടെയും ഓരോ ടെസ്റ്റിലൂടെയൊക്കെയാണ് നമ്മൾ കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവൻ ക്യാപ്പബിൾ ആണോ, അവന് സ്കിൽ ഉണ്ടോ, നോളജ് ഉണ്ടോ, എക്സ്പീരിയൻസ് ഉണ്ടോ എന്നൊക്കെ ആ മെത്തേഡിലൂടെ നമുക്ക് അറിയാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതാണ് സെലക്ഷന്റെ എയിം എന്ന് പറഞ്ഞത് കേട്ടോ. ഇനി എന്താണ്, ദ സെലക്ഷൻ പ്രോസസ് ഡിഫറെന്റ് ബിറ്റ്വീൻ ഓർഗനൈസേഷൻ ആൻഡ് അക്രോസ് ദ ഡിഫറെന്റ് ജോബ്. സെലക്ഷൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ഓർഗനൈസേഷനും ഡിഫറെന്റ് ജോബുമായിട്ട് ബന്ധപ്പെട്ടും അത് ഡിഫറെന്റ് ആയിരിക്കും ഓരോ സെലക്ഷൻ പ്രോസസ്. Therefore, an ideal process of selection includes the following steps as shown below. Okay, നിങ്ങള് സെലക്ഷൻ പ്രോസസ് അല്ലെങ്കിൽ സെലക്ഷൻ പ്രൊസീജിയർ ആണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ സ്റ്റെപ്സ് ഒരു 6 സ്റ്റെപ്സ് ഉണ്ട് അല്ലെ. എന്താണ്, ബോട്ടം ടു ടോപ്പ് ആണ് അതിന്റെ പ്രോസസ്സ് പോയിരിക്കുന്നത് കേട്ടോ. ആദ്യം നിന്ന് താഴെ നിന്ന് മേലേക്കാണ് അല്ലെ. ഓക്കെ, അപ്പൊ ചോദിക്കാട്ടോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്. അപ്പൊ നിങ്ങൾ പോയിട്ട് ഹയറിംഗ് ഡിസിഷൻ ആണല്ലോ, ഹയറിംഗ് ഡിസിഷൻ എന്ന് പറഞ്ഞിട്ട് എഴുതരുത്. അതെന്താണ്, ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പ് ആണ്, അത് ഓർത്ത് വെക്കണം. എന്താണ്, അടിയിൽ നിന്ന് താഴേക്കാണ്, താഴെ നിന്ന് മേലേക്കാണ് പോയിരിക്കുന്നത്. അത് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, സ്ക്രീനിങ് ഓഫ് അപ്ലിക്കൻസ്. അപ്ലിക്കേഷൻ ഫോം ആണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ വരുന്നത്. സെലക്ഷൻ ടെസ്റ്റ് ആണ് സെക്കൻഡ് സ്റ്റെപ്പ്. സെലക്ഷൻ ഇന്റർവ്യൂ തേർഡ് സ്റ്റെപ്പ്. മെഡിക്കൽ എക്സാമിനേഷൻ ഫോർത്ത് സ്റ്റെപ്പ്. റഫറൻസ് ചെക്ക് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ ഫിഫ്ത്ത് സ്റ്റെപ്പ്. ഹയറിംഗ് ഡിസിഷൻസ് സിക്സ്ത് സ്റ്റെപ്പ്. ഓക്കെ, അങ്ങനെ 6 സ്റ്റെപ്പ് ആണുള്ളത്. ആദ്യം അപ്ലിക്കേഷൻ ഫോം ആണ്, പിന്നീട് സെലക്ഷൻ ടെസ്റ്റ്, സെലക്ഷൻ ഇന്റർവ്യൂ, മെഡിക്കൽ എക്സാമിനേഷൻ, റഫറൻസ് ചെക്ക് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ, ഹയറിംഗ് ഡിസിഷൻ. ഓക്കെ, ഫസ്റ്റ് വൺ ആണ് എന്തെന്ന് പറയുന്നത്, അപ്ലിക്കേഷൻ ഫോംസ് അല്ലെ. സ്ക്രീനിങ് ഓഫ് അപ്ലിക്കൻസ്, അപ്ലിക്കേഷൻ ഫോം. Screening of applicants including filling up the application form by the candidate. This application form contains information about the candidate such as personal biodata, achievements, experience, etc. This type of information is used in order to get a right candidate who is eligible for the vacant position. എന്താണ് ആ പാരഗ്രാഫിൽ പറയുന്നത്, നമ്മൾ ഒരു കമ്പനിയിൽ ഇപ്പോ ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നമുക്കൊരു അപ്ലിക്കേഷൻ ഫോം തരാറുണ്ട് ഇല്ലേ. ആരെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ അങ്ങനെ? എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ. ഞാൻ ഡിഗ്രി ബികോം ആണ് പഠിച്ചത്. പിന്നെ എംകോമിന് പോയി. അത് കഴിഞ്ഞപ്പോ ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ കമ്പനിയിലേക്ക് നമുക്ക് ജോലി കിട്ടാനുള്ള ഒരു ത്വരയാണല്ലോ, വേഗം ജോലി കിട്ടണം എന്നുള്ളൊരു ത്വരയായിരുന്നു. അപ്പോ അങ്ങനെ ഒരു ഫിനാൻസ് കമ്പനിയിൽ ഞാൻ
ഇന്റർവ്യൂവിന് വിളിച്ചിരുന്നു. അങ്ങനെ ഇന്റർവ്യൂവിന് പോയപ്പോ ആദ്യം എനിക്ക് അവിടുത്തെ ആപ്ലിക്കേഷൻ ഫോം തന്നു. എന്നിട്ട് നമ്മളെ പേര്, വിവരങ്ങൾ, എല്ലാ കാര്യങ്ങളും, അച്ചീവ്മെന്റ്സ്, എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അത് നോക്കിയിട്ടാണ് നമ്മൾ ഇന്റർവ്യൂവിന് അവരുടെ റൂമിലേക്ക് ക്ഷണിക്കുന്നത്. അവര് അങ്ങനെ ക്ഷണിക്കുന്നത്. അപ്പോ എന്ത് ചെയ്തു, ആപ്ലിക്കേഷൻ ഫോം ആണ് ഫസ്റ്റ് ആയിട്ട് നമുക്ക് തരുന്നത്. അത് ഫിൽ ചെയ്ത് കൊടുക്കാം. ഓരോരുത്തരുടെ ആപ്ലിക്കേഷൻ ഫോം വെച്ചിട്ടാണ് നമ്മൾ വിളിക്കുന്നത്. ISS അങ്ങനെ. അപ്പൊ അത് നോക്കിയിട്ടാണ് അവര് ഇത് അവൻ കമ്പനിക്ക് എടുക്കാൻ പറ്റോ, അല്ലെങ്കിൽ അത്ര സ്കില്ലുണ്ടോ, നോളജ് ഉണ്ടോ എന്നൊക്കെ അത് വെച്ചിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇറ്റ് ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ഫോർ മെയിൻറ്റെയിനിങ് ദ permanent record of the candidates who are selected. After screening all the applicants, only those candidates are permitted the continuation of the selection process who are meeting the job requirements and the standards set by the organization. If the candidate matching the job requirements are more than the vacant position, organization goes only for the few chosen candidates for future selection process. അപ്പൊ എന്താണ്, ഈ ആപ്ലിക്കേഷൻ ഫോം ഒരു പെർമനന്റ് റെക്കോർഡ് ആയിട്ടും സൂക്ഷിക്കുന്നുണ്ട്. ഓക്കെ, നമ്മളിപ്പോ ജോലി കിട്ടി, അവിടെ സെലക്ടഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു നമ്മളുടെ ഒരു എല്ലാ കാര്യങ്ങളും നോക്കുന്നതിന് വേണ്ടി ഒരു റെക്കോർഡായിട്ടും ഈ ആപ്ലിക്കേഷൻ ഫോം ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു റെക്കോർഡായിട്ടും അവിടെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ട്. ഇനി നമ്മൾ ആഫ്റ്റർ സ്ക്രീനിങ് സ്ക്രീനിങ് പരിശോധനകളൊക്കെ കഴിഞ്ഞിട്ട് എന്താണ്, സെലക്ഷൻ പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ സ്റ്റാൻഡേർഡ്സുകൾ, അതുപോലെ തന്നെ ഓരോരോ ഓർഗനൈസേഷനും ഗൈഡ് ലൈൻസ്, പ്രൊസീജിയർ, പോളിസീസ് അല്ലെ, ഓരോ മാനദണ്ഡങ്ങൾ, സ്റ്റാൻഡേർഡ്സുകളൊക്കെ ഉണ്ടാവും അല്ലെ. അത് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സെലക്ഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സെലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ സെലക്ട് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ അവിടുത്തെ പോളിസീസും പ്രൊസീജിയറും അനുസരിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും അവർ ചെയ്യുന്നത്. അതുപോലെ തന്നെ സെലക്ഷൻ പ്രോസസ്സിലും അതനുസരിച്ചിട്ടാണ് ഓരോ ഇൻഡിവിജ്വൽസിനെയും സെലക്ട് ചെയ്യുന്നത്. ഇനി എന്താണ്, if the candidate matching the job requirements are more than the vacant position, organization goes only to choose the candidate for future selection process. അപ്പൊ എന്താണ്, ഈ അതിനു വേണ്ടിയിട്ടല്ലേ എന്താണ്, ഈ കാൻഡിഡേറ്റിനെ നമ്മുടെ ജോബിനനുസരിച്ചിട്ട് അവൻ മാച്ച് ആണോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ സെലക്ഷൻ പ്രോസസ്സിലൂടെയാണ് നമ്മൾ നോക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ നല്ല രീതിയിൽ സക്സസ് ഉണ്ടാക്കാൻ പറ്റോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് സെലക്ഷൻ പ്രോസസ്സിലൂടെ അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് അതിൽ വരുന്നത്. മെയിൻ ആയിട്ട് അതിൽ പറയുന്നത് എന്താ, അപ്ലിക്കേഷൻ ഫോം ആണ്. അപ്പൊ അപ്ലിക്കേഷൻ ഫോം ആണ് ആദ്യം ഫില്ല് ചെയ്യിക്കുന്നത്. അപ്ലിക്കേഷൻ ഫോമിൽ എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളത് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഇതാണ് ചോദിക്കുന്നത് ക്വസ്റ്റ്യൻസ് കേട്ടോ. അതുപോലെ തന്നെ പെർമനന്റ് റെക്കോർഡായിട്ടും അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൂടി ടെക്സ്റ്റ് ബുക്ക് ഉള്ളവരൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. അപ്ലിക്കേഷൻ ഫോമിൽ എന്തൊക്കെ ഉണ്ടാവും, പേഴ്സണൽ ബയോഡാറ്റ ഫിൽ ചെയ്യണം, അച്ചീവ്മെന്റ്സ്, എക്സ്പീരിയൻസ്, അങ്ങനെ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസുകളും അവിടെ ഫിൽ ചെയ്ത് കൊടുക്കണം. വായിച്ചോക്കാട്ടോ, സെലക്ഷൻ പ്രോസസ് തൊട്ട് ഫസ്റ്റ് സ്റ്റേജ് വരും വായിച്ചു.
അയച്ചു കഴിഞ്ഞാൽ പറഞ്ഞാൽ മതി കേട്ടോ മിസ് സ്ക്രോൾ ചെയ്യാം. ടെക്സ്റ്റ് ബുക്കിന് എത്ര പേർക്ക് കിട്ടാനുണ്ട്? എല്ലാവർക്കും കിട്ടിയോ? ആ ഇനി ആര്യ, മനു. മനു ആദ്യമായിട്ടാണോ കയറിയത്? ക്ലാസ്സിൽ ആദ്യമായിട്ടാണോ? കണ്ടിട്ടില്ല. കുറച്ച് പേർക്ക് കിട്ടാനുണ്ടല്ലേ? ഓർഡർ ചെയ്തില്ലായിരുന്നോ നിങ്ങള്? ഓക്കെ. ഫസ്റ്റ് ക്ലാസ്സിൽ മിസ് കണ്ടില്ല, അതാണ് ചോദിച്ചത് കേട്ടോ. മനു മനു എന്താ ചെയ്യുന്നത്? എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഹലോ, കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്. ആ ഞാൻ ലേറ്റ് ആയാണ് കയറിയത്. ഞാൻ ഫെബ്രുവരിയിലാണ് കയറിയത്. വർക്ക് ചെയ്തോണ്ടില്ല, ഞാൻ കൗൺസിലർ ആയിരുന്നു. ഇപ്പം ജോബ് നോക്കുകയാണ്. ജോബ് നോക്കിയപ്പോൾ ഇതിന്റെ ഇടയിൽ കൂടെ ക്ലാസ്സിന് കയറിയതാണ്. എവിടെ വീട്? അടൂര്. വീട്ടിലാരൊക്കെയുണ്ട്? ഭാര്യയുണ്ട്, മോനുണ്ട്. Okay, next നോക്കാം. Selection test. Every organization has its own rules for the selection process to gather the necessary information about the candidate or to reject the candidates who are not qualified for the interview. അല്ലെ? Every organization, ഓരോ ഓർഗനൈസേഷനും അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള പ്രൊസീജിയർ, പോളിസീസ്, ഗൈഡ് ലൈൻസ് ഒക്കെ ഉണ്ട് അല്ലെ? സെലക്ഷൻ പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ഓർഗനൈസേഷനും ഡിഫറെന്റ് ആയിരിക്കും അല്ലെ? അവര് ഫോളോ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇത് പറയുന്നത്. അപ്പോൾ അവർക്ക് യോജിച്ചതായിട്ടുള്ള അവരുടെ ഗൈഡ് ലൈൻസിനും അവരുടെ പോളിസിക്കും യോജിച്ചതായിട്ടുള്ള എംപ്ലോയീസിനെയാണ് അവർ സെലക്ട് ചെയ്യുന്നത്. അല്ലാത്തവരെങ്കിലും ചെയ്ത് കളയുന്നുണ്ട്, റിജക്ട് ചെയ്താണ് കളയുന്നത്. Generally, selection tests support the information provided by the candidate in the application form. The selection test could supply
beneficial information in the term of their aptitude, hobbies, or personality, etc., which cannot be obtained through an application form. അല്ലെ, എന്താണ് ഈ സെലക്ഷൻ ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കാൻഡിഡേറ്റ്സിന്റെ ആപ്റ്റിറ്റ്യൂഡ്, ഹോബീസ്, പേഴ്സണാലിറ്റി ഒക്കെ നോക്കിയിട്ടാണ് ഓരോ ഓർഗനൈസേഷനിലേക്ക് നമ്മൾ കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യുന്നത് അല്ലെ. ഇപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചില ഇന്റർവ്യൂസിലൊക്കെ എന്താണ് ഇഷ്ടപ്പെട്ട ഹോബി എന്താണ്, അല്ലെങ്കിൽ അപ്പൊ ഹോബി പറയുമ്പോൾ ചിലപ്പോൾ റീഡിങ് ആയിരിക്കാം. അപ്പോ എന്താണ് നിങ്ങൾക്ക് ആ ചോദ്യത്തിൽ നിന്നായിരിക്കും പിന്നീട് അവര് ഓരോ ചോദ്യങ്ങളും ചോദിക്കുന്നത്. അപ്പോ ഇങ്ങനെ കണക്ട് ചെയ്ത് പോവാറുണ്ട്. കേട്ടിട്ടുണ്ടോ നിങ്ങള് ഇന്റർവ്യൂസ്? അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പോ ഹോബി എന്താണെന്ന് ചോദിക്കും, അപ്പൊ പറയും റീഡിംഗ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് വായിക്കാൻ ഇഷ്ടപ്പെട്ട ബുക്ക് ഏതാണ്? ഇനി ആ ബുക്കിന്റെ പേര് പറഞ്ഞു കഴിയുമ്പോ ഇപ്പൊ നോവലിന്റെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നോവലിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം എന്താണെന്ന് ചോദിക്കും. ആ കഥാപാത്രത്തെ ഇഷ്ടപ്പെടാനായിട്ടുള്ള കാരണം എന്താണ്? അപ്പൊ എന്താണ് ഓരോ കാര്യങ്ങളും ഓരോ ക്വസ്റ്റ്യൻസിനും എന്താണ് കണക്ട് ചെയ്തിട്ടാണ് പോകുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ നമുക്ക് ഓരോ കാര്യങ്ങളും ചോദിച്ച് അവന്റെ പേഴ്സണാലിറ്റി നമുക്ക് അറിയാൻ പറ്റും, അവന്റെ ഹോബീസ് എന്താണ്, ഇൻട്രസ്റ്റ് എന്താണ്, ആറ്റിറ്റ്യൂഡ് എന്താണ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ സെലക്ഷൻ ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ നമ്മുടെ കമ്പനിയിലേക്ക് യോജിച്ച മെമ്പർ ആണോ അല്ലെങ്കിൽ യോജിച്ച കാൻഡിഡേറ്റ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് അവനെ നമ്മൾ സെലക്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കിട്ടിയോ? മനസ്സിലായോ സെലക്ഷൻ ടെസ്റ്റ്? ഓക്കെ, അപ്പൊ ഇത്ര വരെയും ടൈം ആവുന്നുണ്ട്. ഇത്ര വരെയും വായിച്ചിട്ട് വരാം കേട്ടോ. സെലക്ഷൻ ടെസ്റ്റ് വരെ വായിക്കാം. ബാക്കിയുള്ള 6 വരെയുള്ള സ്റ്റെപ്പുകളില്ലേ, അതൊന്ന് വായിച്ചിട്ട് വരാം കേട്ടോ. സ്റ്റെപ്പ് 2 വരെ എടുത്തിട്ടുള്ളൂ. സ്റ്റെപ്പ് 6 വരെ നിങ്ങൾ ബാക്കിയുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്തിട്ട് വരാം. ഓക്കെ ഓക്കെ, ഇനി ഇത്ര വരെ എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ക്ലിയർ അല്ലേ? ട്രൂ പോസിറ്റീവ്, ട്രൂ നെഗറ്റീവ് ഒക്കെ ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഓക്കെ, കൺസെപ്റ്റ് ഒന്ന് പഠിക്കാം കേട്ടോ. ആ എക്സാമ്പിൾ വെച്ച് കറക്റ്റ് ആയിട്ടൊന്ന് പഠിച്ചു വയ്ക്കും. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ.